എന്തേ മക്കളെ, കട എത്തി. ഞാൻ ഒന്നുകൂടി പറഞ്ഞേക്കാം, സ്കൂളിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള സാധനം മാത്രം എടുക്കാൻ പാടുള്ളൂ, അല്ലാതെ എല്ലാം കൂടി വാരി വലിച്ചെടുക്കരുത്, കേട്ടല്ലോ? പൈസയും കൂടി നോക്കണേ. ഓ കേട്ടമ്മ, വാ അകത്ത് കയറാം. ഇത് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ മുതൽ പറയുന്നതല്ലേ. എന്നാ വാ നടക്ക്. നിത്യ, ആ A4 സൈസ് പേപ്പറിന്റെ ഒരു കെട്ടെടുത്തോ. എന്തോ ഒരു അസൈൻമെന്റും പ്രോജക്റ്റൊക്കെ ആയിരിക്കും ഇനി ചെയ്യാനുള്ളത്. A4 സൈസ് പേപ്പറിന്റെ കാര്യം പറഞ്ഞപ്പോഴാട്ടോ ഓർത്തേ, എനിക്കിതിൽ മാർക്ക് ചെയ്യാനുള്ള മാർക്കർ പെന്ന് ഹൈലൈറ്ററും കൂടി വാങ്ങണം. അയ്യോ ദേമി, നോക്കി, ഞാൻ അന്വേഷിച്ച് നടന്ന യൂണിക്കോൺ ബാഗ്. നീ അന്വേഷിച്ച് നടന്ന ബാഗോ? എവിടെ? ഇങ്ങോട്ട് വാട ചക്കര, ഞാൻ എത്ര നാളായി നോക്കി നടക്കുന്നു. യൂണിക്കോൺ ബാഗ്, അത് നല്ല അടിപൊളി സീക്വൻസില്, എന്റെ ഫേവറേറ്റ് പിങ്ക് കളർ. എനിക്ക് ഇത് മതി. ബാഗൊക്കെ കൊള്ളാം. ഇത് സ്കൂൾ ബാഗായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല, വല്ല കറങ്ങാൻ പോകുമ്പോഴൊക്കെ ഉപയോഗിക്കാനേ പറ്റുള്ളൂ. ഫുൾ സീക്വൻസ് ആണ്, പെട്ടെന്ന് നശിഞ്ഞു പോകും. പിന്നെ സ്കൂൾ ബാഗായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ ഇവരെന്തിനാണ് പിന്നെ ഈ സ്കൂൾ ബാഗിന്റെ കൂട്ടത്തിൽ ഇത് വെച്ചേക്കുന്നത്? അമ്മ വെറുതെ ഓരോന്നേ പറയണ്ട. ഇതെന്റെ ഫേവറേറ്റ് ആണ്, എന്റെ പിങ്ക് കളർ, എന്റെ യൂണിക്കോൺ, എന്റെ സീക്വൻസ് ബാഗ്. എനിക്ക് ഇത് മതി. ദേ, നീ പഠിക്കാനല്ലേ സ്കൂളിൽ പോണത്, എന്നിട്ട് കറങ്ങാനൊന്നും അല്ലല്ലോ. ഇത് സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റിയ ബാഗല്ല. ഇതും കൊണ്ടുപോയാലേ ഇതെല്ലാവരും ഇതിൽ നോക്കിയിരിക്കും, പഠിക്കാൻ ആർക്കും മനസ്സുണ്ടാവില്ല. ഇത് കൊണ്ടുപോകണ്ട. ശരി അമ്മേ, ബ്രേക്ക് ഡാൻസ് കളിക്കാൻ പോകുന്നത് പോലത്തെ ബാഗ്. എടി ചേച്ചി, ഞാൻ നിന്നോട് അഭിപ്രായം ചോദിച്ചോ? നീ നിന്റെ ബാഗ് സെലക്ട് ചെയ്താൽ മതി, എന്റെ ബാഗിനെ പറ്റി അഭിപ്രായം പറയാൻ നിൽക്കണ്ട. എനിക്കിത് മതി അമ്മേ, എനിക്കിത് വാങ്ങി താമേ പ്ലീസ് അമ്മേ. ഇനി ഒന്നിനും ഞാൻ വാശി പിടിക്കില്ല. ഈ സീക്വൻസിന് വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലല്ലോ കണ്ടിട്ട്. ഇതിന് എത്രയാ വിലയെന്ന് നോക്കട്ടെ. 1200 രൂപയോ? അതൊന്നും പറ്റില്ല, ഈ ബാഗ് വേണ്ട, അങ്ങോട്ട് തന്നെ വെച്ചേക്ക്. ശരി അമ്മേ, നല്ല വില കൂടുതലാ. നല്ല സ്കൂൾ ബാഗിന് നല്ല കാശ് കൊടുക്കണം, ഒരു കൊല്ലം മുഴുവൻ കൊണ്ടുപോകണ്ടേ. എനിക്കിത് മതി. പറ്റില്ല, 1000 രൂപ താഴെയുള്ള സ്കൂൾ ബാഗ് വാങ്ങിച്ചാൽ മതി. 1200 രൂപ ഉണ്ടെങ്കിൽ 2 പേർക്ക് സ്കൂൾ ബാഗ് വാങ്ങല്ലോ. ഒരാൾക്ക് മാത്രം ഇത്രയും കാശൊന്നും ചിലവാക്കാൻ വയ്യ. നീ ഒന്ന് പോയിക്കേ. പിന്നെ ബാഗ് നല്ലതാണെങ്കിൽ പോട്ടേന്ന് വെക്കായിരുന്നു. ഒരു മധുര സീക്വൻസ് ബാഗ് ഇതൊന്നും വേണ്ട, സാധാ സ്കൂൾ ബാഗ് നോക്ക്. നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടോ? നീ സപ്പോർട്ട് ചെയ്തെങ്കിൽ അമ്മ അത് വാങ്ങിയേനെ. ഞാൻ കാണിച്ചു തരാം. നിനക്ക് യൂണിക്കോൺ ബാഗ് തന്നെ മതിയെങ്കിൽ വേറൊരു യൂണിക്കോൺ ബാഗ് ഇവിടെ ഉണ്ട്, അത് എടുത്തോ. അതിൽ സീക്വൻസ് ഒന്നും ഇല്ല. ഇത് നോക്കിക്കേ, ഇത് എങ്ങനെയുണ്ട്? ഇതെനിക്ക് ഇഷ്ടമായി. ഇത് കുഴപ്പമില്ല, പക്ഷേ ഇതിൽ സീക്വൻസ് ഇല്ല. ഇതെടുത്താൽ മതി, നല്ല വലിപ്പമുണ്ട്. പൈസ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, 250 രൂപയുള്ളൂ. ഇത് മതി. ഇതെങ്കിൽ ഇത് യൂണിക്കോൺ ബാഗ് കിട്ടിയാലോ, അത് മതി. ഇത് എടുത്താൽ മതി. എങ്കിൽ നീ ഈ ബാഗ് കൊണ്ട് ബില്ലടിക്കാൻ കൊടുത്തേക്ക്, അല്ലെങ്കിൽ ഒരു ട്രോളി എടുത്തിട്ട് വാ. കൊള്ളാലോ, നല്ല അടിപൊളി ബാഗൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ദേമി നോക്കമ്മേ, BTS ബാഗ്. ഇത് മതി, നല്ല അടിപൊളി ബാഗ്. ബ്ലാക്ക് കളർ. നോക്കട്ടെ. ഇത് വലിയ കുഴപ്പമില്ല. അമ്മേ, ചേച്ചി പഠിക്കാൻ തന്നെയല്ലേ പോകുന്നത്, പിന്നെ എന്തിനാ BTSന്റെ ബാഗ്? ഞാൻ യൂണിക്കോണിന്റെ ബാഗ് എടുത്തപ്പോൾ ഇതല്ലല്ലോ അമ്മ പറഞ്ഞത്. അതിന് ഇതിൽ BTS എന്ന് എഴുതിയിട്ടല്ലേ ഉള്ളൂ, വേറെ പടങ്ങളൊന്നും ഇല്ലല്ലോ. ബ്ലാക്ക് കളറും ആണ്, കുഴപ്പമില്ല. എനിക്ക് ഇത് മതി, ഞാനിത് എടുത്തോളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അമ്മ അതിന്റെ വില നോക്കിയോ? എത്രയാണ് അതിന്റെ വില? വിലയൊക്കെ നോക്കി, വിലയൊന്നും കുഴപ്പമില്ല, അത് മതി. 850 രൂപയേ ഉള്ളൂ. കാണാനും കൊള്ളാം, നല്ല വലിപ്പമുണ്ട്. അമ്മ, BTS എന്ന് എഴുതിയ കുട്ടികൾ പഠിക്കില്ല, അത് നോക്കി നിൽക്കും. എന്നാ നോക്കി നിൽക്കട്ടെ. ഇനി എന്നെ കൊണ്ടൊന്നും വയ്യ വേറെ ബാഗ് സെലക്ട് ചെയ്യിപ്പിക്കാനായിട്ട്. വാ, ഇത് മാത്രമല്ലല്ലോ മേടിക്കാനുള്ളത്, നമുക്ക് ബോക്സും ലഞ്ച് ബോക്സും ഒക്കെ വാങ്ങണം. അപ്പുറത്തോട്ട് വാ, നടക്ക്. ഞാൻ കാണിച്ചു തരാടി. ഹായ്, അടിപൊളി വാട്ടർ ബോട്ടിൽ. മക്കളെ, ഈ വാട്ടർ ബോട്ടിൽ അടിപൊളിയല്ലേ? ഏത് കളറാ വേണ്ടത്? അമ്മ, എനിക്ക് ഈ വാട്ടർ ബോട്ടിൽ മതി. ഇതേ മിനിയന്റെ, ഇത് മതി അമ്മേ. 2 പേർക്ക് ഒരേപോലത്തെ അമ്മ സെലക്ട് ചെയ്തല്ലോ. ബ്ലൂ ഉണ്ട്, ഗ്രീനും ഉണ്ട്. ഏത് കളറാ വേണ്ടേ പറ. അമ്മേ, എനിക്ക് ബ്ലൂ മതി, എനിക്ക് ഇഷ്ടമായി. എനിക്ക് ഈ മിനിയന്റെ മതി. എനിക്ക് ബ്ലൂവും വേണ്ട, ഗ്രീനും വേണ്ട. ആ വാട്ടർ ബോട്ടിൽ പൊട്ടേ, അതിൽ പടവും ഇല്ല, ഒരു ഡിസൈനും ഇല്ല, കുപ്പി പോലെ ഉണ്ട്. ഇവളെ കൊണ്ട് തോറ്റല്ലോ. വെള്ളം നിറച്ച് കുടിക്കാനല്ലേ വാട്ടർ ബോട്ടില്, ഡിസൈൻ നോക്കി ഇരിക്കാനാണോ? എനിക്ക് വെള്ളം കുടിക്കണം, ഡിസൈനും നോക്കണം. എനിക്ക് ഇത് മതി. എന്നാ നീ ഇതെടുത്തോ. നിത്യക്ക് ഇതേ ബ്ലൂ കളർ ഇതെടുക്കാം, ഗ്രീൻ അങ്ങോട്ട് വെച്ചേക്കാം. അമ്മേ, അവർക്ക് നല്ല ഡിസൈൻ ഉള്ള വാട്ടർ ബോട്ടിൽ. എനിക്കിത് വേണ്ട, എനിക്കിത് ഇഷ്ടമായില്ല. നീയല്ലേ പറഞ്ഞത് നിനക്ക് ബ്ലൂ മതിയെന്ന്, ഇപ്പൊ എന്താ ഒരു മാറ്റം? ഈ മിനിയൻസ് കണ്ടിട്ടാണെങ്കിൽ ഇത് ഈ ഒരൊറ്റ പീസേ ഉള്ളൂ. നോക്ക്, ഇവിടെ ഒരു വാട്ടർ ബോട്ടിലും ഇല്ല. ഇനി ഇരിക്കുന്നത് എല്ലാം പ്ലെയിനാ. എനിക്ക് മിനിയന്റെ വാട്ടർ ബോട്ടിൽ മതി, ഇല്ലെങ്കിൽ 2 പേർക്ക് ഒരേപോലത്തെ എടുക്കണം. അതിന് വേറെ എവിടെ ഇല്ലെന്ന് നീ കണ്ടതല്ലേ, പിന്നെ എന്ത് ചെയ്യാനാ? എന്നാ അവളോട് പറയാതെ എടുക്കേണ്ടത്, 2 പേർക്കും പ്ലെയിൻ എടുക്കാൻ പോരെ? ഓ, അപ്പൊ അതാണ് പ്രശ്നം. അവളെടുത്ത വാട്ടർ ബോട്ടിൽ വെപ്പിക്കണോ അല്ലേ? അങ്ങനെ വേണ്ട, നിനക്ക് ഇഷ്ടപ്പെട്ട ബാഗ് എടുത്തില്ലേ, അതുപോലെ അവൾക്ക് ഇഷ്ടപ്പെട്ട വാട്ടർ ബോട്ടിൽ അവൾ എടുക്കട്ടെ. ഇതെന്താ അമ്മേ, കഷ്ടമുണ്ട്. ഹായ്, ഞാനിത് ട്രോളിക്കകത്തിടട്ടെ, ബില്ലടിക്കണേ അമ്മേ. കൊള്ളാം, നല്ല ലഞ്ച് ബോക്സ് അല്ലേ? ബ്ലൂ കളർ തന്നെ മതിയോ പിള്ളേരെ? നോക്കിക്കേ. വാട്ടർ ബോട്ടിൽ കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഹാപ്പിയായി. ലഞ്ച് ബോക്സ് ഞാൻ എന്തെടുത്താലും എനിക്ക് കുഴപ്പമില്ല, നല്ല അടിപൊളി വാട്ടർ ബോട്ടിൽ എനിക്ക് കിട്ടിയേ. എനിക്ക് ഈ ലഞ്ച് ബോക്സ് വേണ്ട. നമ്മൾ യൂട്യൂബ് വീഡിയോസിലൊക്കെ കണ്ടില്ലേ ലഞ്ച് ബോക്സ് സീരീസിലെ കുറെ കളങ്ങളും ഉള്ളത്, എനിക്ക് അത് മതി. ഞാനത് നോക്കിയെടുക്കട്ടെ. ഇതേ നോക്ക്, കാണാൻ അടിപൊളിയല്ലേ? യെല്ലോ ഗ്രീൻ കളർ. ഫോർക്ക് ഉണ്ട്, സ്പൂൺ ഉണ്ട്, കറി ഇടാൻ ഒരുപാട് കളങ്ങളുണ്ട്. ഇത് മതി. ഓ, ഇത് ചെറിയ കുട്ടികളുടെ ആണെന്നാ തോന്നുന്നത്, LKG കുട്ടികളുടെ. ഇത് തീരെ ചെറുതാണല്ലോ, ഇത്രയും ചോറ് കൊണ്ടുപോകുള്ളൂ നീ? ഇതിൽ കൊള്ളണ ചോറ് തന്നു വിട്ടാൽ മതി. ഇത് മതി എനിക്ക്. നോക്കട്ടെ, ഇങ്ങ് തന്നെ. അയ്യോ, ഇതിൽ തീരെ സ്പേസ് കുറവാണ്. 960 രൂപയോ? എന്റെ ദൈവമേ, ഇതൊന്നും വേണ്ട. നീ ഇത് എവിടെ നിന്നാ എടുത്തത്? അവിടെ തന്നെ വെച്ചേക്കട്ടോ. 960 രൂപ, അതൊന്നും വേണ്ട. ഇത് ഈ ഒരു ലഞ്ച് ബോക്സ് നോക്കിയേ, ഇതിന് 350 രൂപയുള്ളൂ. നല്ല വലിപ്പവും ഉണ്ട്, നല്ല ക്വാളിറ്റിയും ഉണ്ട്, അത് മതി.
അമ്മ ഇത് ചൂടോടെ ഇരിക്കുന്ന പാത്രമാണ്, അതല്ലേ ഇതിന് ഇത്രയും വില കൂടുതൽ? അത് ദൂരെ വല്ലതും പോകുമ്പോഴല്ലേ. 8 മണിക്ക് സ്കൂളിൽ പോയാൽ 12 മണിയാകുമ്പോൾ തന്നെ ലഞ്ച് ടൈം അല്ലേ. അപ്പോഴും എൻ്റെ ചൂട് മാറിയിട്ടുണ്ടാകില്ല. സാധാരണ പാത്രത്തിൽ വെച്ചാൽ പോലും നല്ല ചൂടായിരിക്കും. പിന്നെ എന്തിനാ ഇത്? അതുപോലെ ഇതിൽ തീരെ സ്പേസ് ഇല്ല. നിനക്ക് വിശപ്പ് കേടില്ല. 1-2 ദിവസത്തെ ഭംഗി കഴിയുമ്പോൾ നീ ഇത് ഉപേക്ഷിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് വേണ്ട. ഇന്നാ ചേച്ചി, അമ്മ എടുത്ത് ഈ ബ്ലൂ വട്ടപാത്രം പിടിച്ചോ, അതാ ചേച്ചിക്ക് ചേർച്ച. നീ ഇവിടെ കളിയായിക്കൊണ്ട് നിൽക്കുവാണോ? ദേ അതെടുത്ത് കൊട്ടയിലിട്ടേ. വാ, നമുക്ക് കുട വാങ്ങാൻ പോകണം. അപ്പുറത്തോട്ട് വാ. ഇതെന്താ ഞാൻ എടുക്കുന്ന ഒന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തെ? 2 പെൻസിൽ ബോക്സും അടിപൊളിയാണല്ലോ. എന്നിട്ട് 2ന്റെ നിപ്പ് കണ്ടില്ലേ? കേറിയപ്പോൾ മുതൽ തുടങ്ങിയതാ 2 പേരും. ദേ അച്ഛൻ വന്നില്ല. നിങ്ങളുടെ ഈ സ്വഭാവം കാരണം അച്ഛൻ ഷോപ്പിങ്ങിന് വരുന്നില്ല എന്ന് പറഞ്ഞത്. ഇനി നോക്കിക്കോ, ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ കൂടി ഷോപ്പിങ്ങിന് വരില്ല. നിങ്ങളെ ഞാൻ പൈസ തന്നു വിടാം. ഇഷ്ടമുള്ള വാങ്ങിച്ചോ, തന്നിഷ്ടം കാണിച്ചോ. നിങ്ങൾക്ക് അച്ഛനും അമ്മയും പറയുന്നതൊന്നും ഒരു വിലയില്ലല്ലോ. അമ്മ ഇത് കാണാൻ അത്ര ഭംഗിയില്ല, അതാ. ശരിയാ, കളർ ഒരു രസമില്ല. അതാ പറഞ്ഞത്, നിങ്ങൾക്ക് പഠിക്കാനൊന്നുമല്ല താല്പര്യം. ദൈവമേ, സ്കൂൾ തുറക്കുമ്പോൾ എന്തോരം കുട്ടികളാണ് സങ്കടപ്പെടുന്നത് ഇതൊന്നും മേടിക്കാനില്ലാതെ. നിങ്ങൾക്കിത് മേടിക്കുന്നതിനുള്ള അഹങ്കാരമല്ലേ? മതി അമ്മ വഴക്ക് പറഞ്ഞത്. ഇനി ആൾക്കാരൊക്കെ കേൾക്കും. ഈ ബോക്സ് എടുത്തോ, എനിക്ക് കുഴപ്പമില്ല. ആ എടുത്തോ, എനിക്കും കുഴപ്പമില്ല. ഹലോ, ആ ചേട്ടാ, ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുക. കഴിയാറായി. ഇനി കുട കൂടി വാങ്ങിയാൽ മതി. ആ, അത് ശരിയാണല്ലോ. ശരി, ഞാൻ നോക്കിക്കോളാം അത്. ആ, ഞാൻ മേടിച്ചോളാം. ഓക്കെ. ഇല്ല, കുട്ടികൾ വഴക്കൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഉണ്ട്. കൊടുക്കണോ വേണ്ടയോ? ഓക്കെ, ഞാൻ പറഞ്ഞോളാം. ശരി. അച്ഛനാ വിളിച്ചേ. കഴിഞ്ഞില്ലെന്നാ ചോദിക്കുന്നേ. വാ, ഇനി കുട വാങ്ങാൻ പോകാം. ഓ ഭാഗ്യം, കുടയ്ക്ക് ഇനി ഇടിയിടുവെന്നാ ഓർത്തത്. അപ്പൊ 2 പേർക്കും ഇത് ഇഷ്ടമായല്ലേ? കൊള്ളാമേ, നല്ല അടിപൊളി റെയിൻബോ കുട. ഇതുപോലെ തല്ലുപിടിക്കാതെ എല്ലാം എടുത്തിരുന്നെങ്കിൽ. ആ, മക്കൾ ഇവിടെ നിൽക്കേ, ഞാനിപ്പോൾ വരാട്ടോ. വാ, ഒരുപാട് വൈകി. ഇനി നമുക്ക് ബില്ലടിച്ചിട്ട് പോകാം. ആർക്കാമേ ഈ ബാഗ്? നമ്മൾ 2 ബാഗ് വാങ്ങിയതല്ലേ, ഇത് പിന്നെ ആർക്കാ? എനിക്കായിരിക്കുമല്ലേ, ഒന്ന് ട്യൂഷന് പോകാനും ഒന്ന് സ്കൂളിൽ കൊണ്ടുപോകാനും. അടിപൊളി. എന്നാ എനിക്കും എടുക്കാമേ ഒരു ബാഗും കൂടി, പ്ലീസ് അമ്മേ. ഇനി തല്ലുപിടിക്കല്ലേ കേട്ടോ. വാ, നമുക്ക് വീട്ടിൽ പോകാം. ബില്ലടിക്കട്ടെ. എന്തിനാമേ നമ്മൾ ഇവിടെ ഇറങ്ങി? ഇത് ആരുടെ വീടാ? ചേട്ടാ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഒരു 10 മിനിറ്റ്. വണ്ടി അങ്ങോട്ട് മാറ്റിയിട്ടോളൂ. ഞങ്ങൾ ഇപ്പം വരാം. ഓക്കെ ചേച്ചി, വണ്ടി ദേ അപ്പുറത്തേക്ക് മാറ്റിയിട്ടേക്കാം. അയ്യോ, എന്റെ പുതിയ ബാഗും കൂടെയൊക്കെ ഓട്ടോറിക്ഷയിലല്ലേ, അയാൾ എങ്ങനെ പോയി കളയോ? അയാളൊന്നും പോവില്ല. മക്കളെ നടക്ക്. ചാരു, ചാരു, മോളെ ചാരു, മോളെ ചാരു, മുത്തശ്ശി എവിടെടാ? ആരാ ചാരു മോളെ വിളിച്ചേ? ഏതോ ഒരു ആന്റിയാണ് അമ്മമ്മേ. ആ, ഗീതയല്ലേ ഇത്? എന്താ കുഞ്ഞെ ഇങ്ങോട്ട്? ഞാൻ ചാരുവിനെ മുത്തശ്ശിനെ കാണാൻ ഇറങ്ങിയതാ. സ്കൂൾ തുറക്കുമല്ലേ, കുട്ടികൾക്ക് ബാഗ് വാങ്ങിയപ്പോൾ ചാരുവിനൊരു സ്കൂൾ ബാഗ് വാങ്ങി. അത് കൊടുക്കാന്ന് കരുതി വന്നതാ. ഈ സ്കൂൾ ബാഗോ? എനിക്കോ? പുതിയ സ്കൂൾ ബാഗോ? മുത്തശ്ശി, ഇത് കണ്ടോ? എനിക്ക് പുതിയ സ്കൂൾ ബാഗ് കിട്ടി. വളരെ ഉപകാരം മക്കളെ. സ്കൂൾ തുറക്കാൻ ഇനി ഒരാഴ്ചയുള്ളൂ. പഴയ ബാഗ് മുഴുവൻ കീറി. എങ്ങനെ സ്കൂളിൽ പോകുമെന്ന് ഓർത്തിരിക്കുമായിരുന്നു എൻ്റെ കുഞ്ഞ്. വളരെ ഉപകാരം. ഇപ്പൊ പുതിയ ബാഗ് കിട്ടിയില്ലേ? ചാരു ഇങ്ങനെ കരയാനല്ലല്ലോ ആന്റി ബാഗ് വാങ്ങിച്ചോണ്ട് വന്നേ. ചാരു സന്തോഷിക്കാനല്ലേ, കരയല്ലേ മോളെ? ഒരു ബാഗ് വാങ്ങിത്തരാൻ എനിക്ക് ആരും ഇല്ലല്ലോ എന്ന് ഞാൻ ഇന്നലെയും കൂടി ഓർത്ത് കരഞ്ഞേ ഉള്ളൂ. അപ്പോഴേക്കും എനിക്ക് ബാഗ് കിട്ടിയല്ലോ. താങ്ക് യു ആന്റി. എൻ്റെ കുഞ്ഞ് കരയാതെ. ഇനി എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചോളൂ കേട്ടോ. പറ്റാവുന്നതാണെങ്കിൽ ആന്റി വാങ്ങിത്തരാം. ബുക്സോ ബോക്സോ ലഞ്ച് ബോക്സോ കൊടയോ എന്ത് വേണമെങ്കിലും ആന്റിക്ക് പറ്റാവുന്നത് പോലെ വാങ്ങിത്തരാം. ഇങ്ങനെ കരയല്ലേ കേട്ടോ. ഇവളുടെ അച്ഛനും അമ്മയും മരിച്ചതിൽ പിന്നെ ഞങ്ങൾ വളരെ കഷ്ടത്തിലാണ്. വീട്ടുപണിക്ക് പോയി കിട്ടുന്നത് കൊണ്ട് ബാഗൊന്നും വാങ്ങാൻ തികയില്ല. പാവം എൻ്റെ കുഞ്ഞിന് ഒരുപാട് സന്തോഷമായിട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ആവശ്യമുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ. മാധവൻ ചേട്ടൻ വിളിച്ചിട്ടാ ഞാൻ ഈ ബാഗ് വാങ്ങിയത്. പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. പക്ഷേ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ കരയരുത് കേട്ടോ. കരഞ്ഞ ആൻറ്റിക്ക് സങ്കടമാവില്ലേ? ചാരുമോള് സന്തോഷിക്കുന്നത് കാണാനല്ലേ ഞങ്ങൾക്കിഷ്ടം. നിങ്ങളെപ്പോലെ നല്ല നാട്ടുകാരുള്ളതാ ഞങ്ങളുടെ ആശ്വാസം. ഇന്നലെ വരെ എൻ്റെ മോള് കീറിയ ഉടുപ്പായിരുന്നു ഇട്ടിരുന്നേ. അത് കണ്ടതേ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു കുട്ടിയാണ് ഇവയ്ക്ക് ഈ ഉടുപ്പ് എല്ലാം മേടിച്ചു കൊടുത്തേ. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. കണ്ടോ, ചാരുവിനെ സ്നേഹിക്കാൻ എത്ര പേരാ. അതുകൊണ്ട് ഒരിക്കലും വിഷമിക്കരുത് കേട്ടോ. ആ, ഇതാണല്ലേ 2 കുട്ടികളും. കുറേ നാളായി കണ്ടിട്ട്. നന്നായി പഠിക്കണേ ചാരുമോളെ. പഠിച്ച് ജോലിയൊക്കെ കിട്ടുമ്പോൾ ഈ കഷ്ടപ്പാടെല്ലാം മാറും. പിന്നെ ഈ ബാഗിൻ്റെ ഉള്ളിൽ ഒരു ഇച്ചിരി പൈസയും വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ചാരുമോൾക്ക് വാങ്ങിക്കൊടുക്കണേ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി ആൻറ്റി. നിങ്ങൾ എങ്ങനെയാ വന്നേ? നടന്നു പോകുമോ ഇത്രയും ദൂരം? ഓട്ടോറിക്ഷ അപ്പുറത്തുണ്ട്, ഞങ്ങൾ പോയിക്കോളാം. ഇടക്ക് വരാട്ടോ. ശരി എന്നാ.
അമ്മേ പാവം ചാരിമോളല്ലേ, ഇവക്ക് അച്ഛനും അമ്മയും ഇല്ലല്ലേ അമ്മേ, പാവല്ലേ. ബാഗിനും ബുക്കിനും കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ എന്തോരം തല്ലു പിടിച്ചു. അമ്മ വാങ്ങിച്ചു തരുന്നതിനൊക്കെ കുറ്റം പറഞ്ഞു. ഞങ്ങൾക്ക് ഇത് കണ്ടിട്ട് സഹിക്കുന്നില്ല അമ്മേ. സാരമില്ല മക്കളെ, നിങ്ങൾ കരയാതെ. അമ്മയുള്ള കാലം വരെയല്ലേ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വാശി പിടിക്കാനൊക്കെ പറ്റൂ. അത് കഴിഞ്ഞ് എല്ലാവരുടെ അവസ്ഥയും ഇങ്ങനെയാ. അമ്മേ ഞാൻ കഴിഞ്ഞ കൊല്ലം കൊണ്ടുപോയ ചോറും മാത്രവും വെള്ളവും കുപ്പിയും ബോക്സും എല്ലാം കൊണ്ടുപോക്കോളാം. എനിക്ക് വേണ്ടി വാങ്ങിയതെല്ലാം ആ കുട്ടിക്ക് കൊടുത്തേക്കമ്മേ. മക്കൾ വിഷമിക്കണ്ട, ആ കുട്ടിക്ക് ഇല്ലാത്തതെല്ലാം നമ്മൾ വാങ്ങിക്കൊടുക്കാം. ഇവിടുത്തെ ഒരുപാട് പേര് ആ കുട്ടിയെ സഹായിക്കാനായിട്ടേ ഒരിത് രൂപം കൊണ്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ബാഗ് വാങ്ങിക്കൊടുത്തേ. അതുപോലെ അതിനെ പഠിപ്പിക്കാനും എല്ലാ കാര്യങ്ങളും ഓരോരുത്തരായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മക്കൾ വിഷമിക്കണ്ട. എന്തിനെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്കിവിടെ വന്ന് അന്വേഷിക്കാട്ടോ. എല്ലാം ചെയ്തു കൊടുക്കാം. മക്കൾ കരയണ്ട.